ഒന്ന് അമർത്തി ചവിട്ടിയാൽ കാലിൽ തടയുന്നത് ഏതെങ്കിലും മനുഷ്യ ശരീരമാകാം. ആരുടെയെങ്കിലും അച്ഛനോ അമ്മയോ പൊന്നോമന മക്കളോ ആകാം. ശ്വാസം നിലച്ച പോലെയുള്ള ഏങ്ങലടിയായിരുന്നു മുണ്ടക്കയിൽ എങ്ങും കേൾക്കുന്നത്. വീടുകളില്ല, കടകളില്ല, റോഡില്ല, സമ്പാദ്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ചിതറിക്കിടക്കുന്ന പാത്രങ്ങളും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും തങ്ങളുടെ ഉടമകളെ നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന കന്നുകാലികളും എങ്ങും വേദനിക്കുന്ന ചില കാഴ്ചകളും മാത്രം. പക്ഷെ 40 വർഷം മുൻപും മുണ്ടക്കൈ ഇത്തരത്തിലൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1984 ആ ദുരന്തത്തിൽ മരിച്ചത് 15 പേരാണ്. 40 വർഷം മുൻപ് മുണ്ടക്കൈയിൽ സംഭവിച്ചത് എന്താണ്? ആയിരത്തി 1984 മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 15 ജീവനുകളാണ് പൊലിഞ്ഞത്. മണ്ണിടിഞ്ഞും റോഡ് തകർന്നും യാത്രാ സൗകര്യങ്ങളില്ലാതെയും ഒക്കെ അന്നും രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരുന്നു. ആ ദുരന്തത്തിൽ കാണാതായവരുടെ കണക്ക് ഇന്നും അധികൃതരുടെ കൈവശമുണ്ടാകില്ല. അക്കാലത്ത് ഗോത്ര വിഭാഗക്കാരാണ് ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. മരിച്ചവരിൽ 11 പേരും ഗോത്ര വിഭാഗക്കാരാണ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് പലപ്പോഴും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 2018-ലും 2019-ലും പ്രളയകാലങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. 2019-ൽ വൻ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കൈ. 2020 ഓഗസ്റ്റ് 8-ൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 2 വീടുകൾ തകർന്നു. അന്ന് സമീപനവാസികളെ ഒഴിപ്പിച്ചതിനാൽ ജീവഹാനി ഉണ്ടായില്ല. വനത്തിൽ ഉരുൾപൊട്ടി റാണിമലയിലൂടെ ഒലിച്ചു വന്ന കല്ലുകളും മരങ്ങളും പുഴയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് മുണ്ടക്കൈയെ മുഴുവൻ പേമാരി തുടച്ചു നീക്കിയിരിക്കുകയാണ്. മരവിപ്പോടെ ചില മനുഷ്യർ അതിലൂടെ നടക്കുന്നത് മാത്രം കാണാം. ഒറ്റ രാത്രി കൊണ്ട് മരണഭൂമിയായി മാറിയ മുണ്ടക്കൈ ഇനി പറയാൻ പോകുന്നത് അതിജീവനത്തിന്റെ കഥയാണ്.